നമ്മുടെ മുഖമൊക്കെ ബ്രൈറ്റ് കൂട്ടാനും അത് കരിവാളിപ്പ് പോകാനും വേണ്ടിയിട്ട് ഞാനൊരു സോപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 പിയേഴ്സ് സോപ്പാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത ശേഷം കുനുകുനാ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. അരിഞ്ഞെടുത്ത ഈ ഒരു സോപ്പ് ബേസ് സോപ്പ് ബേസ് എന്ന് പറയാം, സോപ്പ് എന്നും പറയാം. ഓക്കെ, നമ്മളൊരു പാത്രത്തിൽ വെച്ച് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് വലിയൊരു അലോവേരയുടെ ജെല്ല് ചേർക്കുന്നുണ്ട്. അപ്പം നമ്മളിത് ഡബിൾ ബോയിൽ ചെയ്ത് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം സാവധാനത്തിൽ അങ്ങനെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമ്മളത് ശേഷം നമ്മളത് കുറച്ച് ചൂടൊക്കെ പോയതിന് ശേഷം അതിലേക്ക് നമ്മൾ കറ്റാർവാഴയുടെ ആ ഒരു ജെല്ലുണ്ടല്ലോ, അത് നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പം ഞാനതൊരു കോല് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് ശേഷം അത് ഏകദേശം ചൂടാറി തുടങ്ങിയ ശേഷം നമ്മളതിലേക്ക് 3 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലൊരു എണ്ണ തടവിയ ശേഷം അതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മളൊരു 8 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ഉറച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സോപ്പ് ഉറച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല കട്ടിയിൽ ഞാൻ വലിയൊരു സോപ്പാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഫേസ് കഴുകാനായിട്ട് മാത്രമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. പുറത്ത് പോയി വരുമ്പോഴും അതുപോലെ നമ്മളെ ആ ഒരു ബ്രൈറ്റനിങ് കൂട്ടാനൊക്കെ നല്ലൊരു സോപ്പാണ് കേട്ടോ. അപ്പം നമുക്ക് ഡെയിലി രാവിലെയും വൈകുന്നേരവും നമുക്ക് ഫേസ് കഴുകാനായിട്ട് യൂസ് ചെയ്യാൻ, കുളിക്കാനും തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നല്ല പതയുന്നുണ്ട് കേട്ടോ. സ്മെല്ലിനായിട്ട് നമുക്ക് നല്ല പെർഫ്യൂം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്